അനി ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. അനി ആ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട്, അമ്മയാണ് സത്യം എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ കൊച്ചുകുട്ടിയാണ്, 10ാം ക്ലാസ്സിലെ കണ്ട് പഠിക്കുന്ന സ്കൂളിലല്ലേ, ഭയങ്കര കരച്ചില് വിട്ടുമാറിഞ്ഞ് എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരുമായിട്ട് അങ്ങ് ഒരു കുടുംബം പോലായി. അപ്പൊ ഞാൻ അതിനെടുത്ത് സമാധാനിപ്പിച്ചു. നാളെ ഞങ്ങൾ സ്കൂളിൽ വരും, അല്ലെ മറ്റന്നാ. ഞാൻ വാക്കാണല്ലോ വരണം എന്റെ സ്കൂളിൽ. ഞാൻ പറഞ്ഞു വരും. ഇപ്പം ചിരിച്ചുകൊണ്ട് പോകും. ഒരു സിനിമ കഴിഞ്ഞതാണ്, ഒരു അച്ചീവ്മെന്റ് ആണത്. ഞങ്ങൾ 2 ദിവസത്തിനകം ആ സ്കൂളിൽ വന്ന് കണ്ടിരിക്കും, ഞങ്ങൾ അവിടെ വരും. ഓക്കെ എന്ന് പറഞ്ഞു പോയി. ക്ഷമയെന്ന് പറയുന്നത് ഇതുവരെ പോയി വന്നിട്ടില്ല, വരെ പോയാൻ പറ്റിയിട്ടില്ല. പക്ഷെ മുകേഷ് ഈ വർത്താനത്തിൽ മനസ്സിലായില്ലേ, എനിക്ക് ആ സെറ്റ് വിട്ട് പോരാൻ അത്രയും സങ്കടം വന്നെങ്കിൽ മുകേഷ് ചേട്ടനും ബാക്കിയുള്ള എല്ലാവരും എത്ര ഫ്രീ ആയിരുന്നു എന്നുള്ളത് എന്റെ ഫസ്റ്റ് ഡേ എന്നുള്ളത് ലാസ്റ്റ് ഡേയിൽ എനിക്ക് മനസ്സിലായി. അമ്മയാണ് സത്യം എന്ന് പറഞ്ഞൊരു സിനിമ ഇന്നും ടി വിയിൽ വന്നാൽ എനിക്ക് ചെറിയൊരു ഇഷ്ടമാണ് ആ മൂവി കാണാൻ. അതില് ആനി എന്നൊരു നടിയുടെ പെർഫോമൻസ് കൊണ്ടാണ് ആ സിനിമ കാണാൻ ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചാൽ അല്ല. പതിവ് പോലെ 90s മുകേഷ് ടീമുകളുടെ ഒരു സിനിമ എന്ന രീതിയിൽ നോക്കുമ്പോൾ ബാലചന്ദ്ര മേനോൻ എടുത്ത വ്യത്യസ്തമായ ഒരു പടം. ബാലചന്ദ്രൻ സാധാരണ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിനിമ എടുത്തിട്ടില്ല. അപ്പോൾ തന്നെ അതിലെ ആ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നറിയോ, നമ്മുടെ KP ലളിതയും കരമന ജാർദ്ദൻ, മുകേഷിന്റെ അച്ഛനമ്മയെന്ന് തോന്നുന്നു, അത് വന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ശപിക്കുന്ന ഒരു ക്യാരക്ടറാണ് KP ലളിതരെ. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയും പിന്നെ അത് ഓർക്കുമ്പോൾ തന്നെ ഒരു സംഭവം ഇങ്ങനെ വരും. കാർക്കിച്ച് തുപ്പുന്ന ഒരു സീനുണ്ട് കരമന. അതിൽ ആ സിനിമയിൽ ആ തുപ്പലെടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എനിക്ക് അമ്മയാണ് സത്യം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മെമ്മറി വരുന്നത് ആ ഒരു സംഭവം ആട്ടോ.